വിശാലിനിയുടെ നാളത്തെ എപ്പിസോഡിൽ ശാരദാമ്മയെ തകർക്കാൻ പുതിയ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് ഗോപാലകൃഷ്ണനും രാജേശ്വരിയും. ശാരദാമ്മ ചോദിക്കുകയാണ് എന്താണാവോ കാര്യം. അതിന് മറുപടിയായി ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഒരു ശുഭകാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. എല്ലാവരും ശാന്തമായി അതൊന്ന് കേട്ടിട്ട് ആലോചിച്ചിട്ടൊരു തീരുമാനം പറയുകയും വേണം. എല്ലാവരുടെയും അഭിപ്രായം പ്രധാനമാണ്, പ്രത്യേകിച്ച് ശാലിനി മോളുടെ. ഇത് കേട്ട് ശാരദാമ്മ പറയുകയാണ്, വളരെ സന്തോഷമുണ്ട്. ഇത്രയും മര്യാദയോടുകൂടി എന്റെ ഭർത്താവ് സംസാരിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാൻ. ഗോപാലകൃഷ്ണൻ ഇപ്പോഴും പഴയ ആള് തന്നെയാണ് ശാരദേ. നിങ്ങളൊക്കെ ഇത്രയും കാലം വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചതാണ്. അതൊക്കെ പോട്ടെ, ഏതായാലും വന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു മുഖവുര തന്നത്. ശാരദാമ്മ ചോദിക്കുകയാണ്, അതെന്താണാവോ ഇത്രയും പ്രധാനപ്പെട്ട കാര്യം? അതും രണ്ടാം ഭാര്യയുമായി കയറി വന്നിട്ട്. വീടൊഴിപ്പിക്കലോ സ്വർണം കൊണ്ടുപോകലോ മറ്റോ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാകും. ആര്യയുടെ കഴുത്തിലൊരു നൂലുമാലയുണ്ട്, എന്റെ കഴുത്തിലാണെങ്കിൽ നിങ്ങൾ അണിയിച്ച ഒരു താലിമാലയും. അതേ ഇനി ഇവിടെ സമ്പാദ്യമായിട്ടുള്ളൂ. അതൊന്നുമല്ല ശാരദേ, നിന്റെ രണ്ടു മക്കളുടെയും കഴുത്തിൽ ഓരോ താലി വീഴുന്ന കാര്യത്തിനാണ് ഞാൻ രാജേശ്വരിയും കൂട്ടി വന്നിരിക്കുന്നത്. കാര്യം കേൾക്കുന്നതിന് മുമ്പ് ആരും ചാടിക്കടിക്കാൻ ഇങ്ങോട്ട് വരരുത്. ഞാനീ കൊണ്ടുവന്നിരിക്കുന്ന മഹാലക്ഷ്മിയെ പുറംകാലുകൊണ്ട് തട്ടിക്കളയരുത് എന്നർത്ഥം. ശാരദാമ്മ ചോദിക്കുകയാണ്, മനസ്സിലായില്ല, എന്തോന്നാ നിങ്ങളീ കൊണ്ടുവന്ന് കയറ്റിയിരിക്കുന്ന മഹാഭാഗ്യം? സന്തോഷഭാവത്തിൽ രാജേശ്വരി പറയുകയാണ്, പറയാം, കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ശാലിനിയുടെ കല്യാണം നടന്നാലേ ശാരികയുടെ കല്യാണത്തിന് രാജീവിന്റെ അമ്മ സമ്മതിക്കൂ. എന്താ ശരിയല്ലേ? ആണെങ്കിലെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ശാലിനിക്കൊരു കല്യാണാലോചനയുമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. നടക്കുമെന്നുറപ്പുള്ള ഒരു വിവാഹം. അപ്പോൾ പിന്നെ ശാരികയുടെ കല്യാണം നടക്കാനുള്ള തടസ്സം മാറുമല്ലോ അല്ലേ? ബാക്കി നീ പറ രാജേശ്വരി എന്ന് പറയുകയാണ് ഗോപാലകൃഷ്ണൻ. ശാരദാമ്മേ, നമ്മൾ തമ്മിൽ മുമ്പ് പല പ്രശ്നങ്ങളും പല പിണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു കുടിപ്പകയാണെന്ന് തന്നെ പറയാം. ഇത് കേട്ട് ശാരദാമ്മ പറയുകയാണ്, എനിക്ക് ആരോടും പകയൊന്നും ഇല്ല. രാജേശ്വരി പറയുകയാണ്, ശരി, ഞാൻ സമ്മതിക്കുന്നു. ആദ്യം ഞാൻ മുഴുവനും പറയട്ടെ ശാരദാമ്മേ. നമുക്കിടയിൽ ഒരു ശത്രുത ഉണ്ടെന്നുള്ളത് സത്യമാണ്. പുരുഷനും രണ്ട് സ്ത്രീകളുമാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്നത് മാത്രമാണ് അത്. പിന്നെ ശാരദാമ്മയുടെ പൊസിഷനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ശാരദാമ്മയുടെ ഭാഗമാണ് ശരി. ഇന്നലെ വരെ കൂടെ ജീവിച്ച പുരുഷനെ മറ്റൊരു സ്ത്രീക്ക് വിട്ടുകൊടുക്കാൻ ആകില്ല. അതാണ് സത്യം. അന്നേരം പുച്ഛഭാവത്തിൽ ശാരദാമ്മ ചോദിക്കുകയാണ്, ഓ അത് ശരി, ഇപ്പോഴാണോ അതൊക്കെ ബോധ്യമായത്? രാജേശ്വരി പറയുകയാണ്, തിരിച്ചറിവ് രണ്ടു വശത്തും വേണം ശാരദാമ്മേ. എന്റെ പൊസിഷനിൽ നിന്നുകൂടി ശാരദാമ്മ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്ത എത്രയോ ദമ്പതിമാർ പിരിയുന്നുണ്ട്. അവരെല്ലാം പിന്നീട് ഒറ്റയ്ക്കാണോ ജീവിക്കുന്നത്? ഒറ്റയ്ക്കായ ഗോപാലേട്ടന് പിന്നീട് ഞാനൊരു കൂട്ടായി. അങ്ങനെ ചിന്തിച്ചുകൂടെ ശാരദാമ്മയ്ക്ക്? തൽക്കാലം പഴയതിന്റെയൊക്കെ കണക്കെടുപ്പ് നിർത്ത് രാജേശ്വരി. പലതും പറഞ്ഞാൽ നാറും. അതിഥികളെ അപമാനിച്ച് ശീലമില്ല ഞങ്ങൾക്ക്. അന്നേരം രാജേശ്വരി പറയുകയാണ്, ശരി, എങ്കിൽ അത് വിട്. ശത്രുതയും അഭിപ്രായ ഭിന്നതയും ഒക്കെ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ്. അതിന്റെ ബാക്കി പറയുകയാണ് ഗോപാലകൃഷ്ണൻ. അത് തന്നെ, ഇനി വീടിന്റെയോ ഭൂമിയുടെയോ ഒരു ബാക്കി പറയാനായിട്ട് ഞാനില്ല ശാരദേ. ആധാരം വേണമെങ്കിൽ നിന്റെ പേരിലാക്കി തരികയും ചെയ്യാം. ഒന്നുമല്ലെങ്കിലും നിന്റെ പിതൃസ്വത്തും അധ്വാനവും കൂടിയല്ലേ ഇതെല്ലാം? ശാരദാമ്മ ചോദിക്കുകയാണ്, അതെന്താ ഗോപാലേട്ട, നിങ്ങൾ ആളെ കളിയാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ? രാജേശ്വരി പറയുകയാണ്, ഒരിക്കലും കളിയാക്കിയതല്ല ശാരദാമ്മേ. നിങ്ങൾക്ക് സ്ത്രീധനമായി കിട്ടിയ 30 പവൻ ഇനി രാജേശ്വരിയുടെ അലമാരയിലല്ല, ഇവിടത്തെ അലമാരയിലാണ് ഇരിക്കാൻ പോകുന്നത്. അതാണ് ഞങ്ങളുടെ തീരുമാനം. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നതൊക്കെയെന്ന് ശ്രദ്ധിച്ചു നിൽക്കുകയാണ് ശാലിനി. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, അതുമാത്രമല്ല, ഇവർ 3 പേരുടെയും കല്യാണം ഞാൻ, അതായത് ഇവരുടെ അച്ഛൻ, മുന്നിൽ നിന്ന് നടത്തി തരികയും ചെയ്യും. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. ശാരദാമ്മ പറയുകയാണ്, കൊള്ളാം, ഒന്നും കാണാതെ നിങ്ങളൊന്നും ചെയ്യില്ലല്ലോ ഗോപാലേട്ടാ. ഇതിനൊക്കെയുള്ള ഉപാധി എന്താണെന്ന് വളച്ചുകെട്ടില്ലാതെ പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അത് എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ്, ശാലിനിയുടെ കല്യാണ ചെറുക്കനെ ഞങ്ങൾ തരും. നിങ്ങൾ വേണം അവരുടെ കല്യാണം മുന്നിട്ടിറങ്ങി നടത്താൻ. ശാരദാമ്മ ചോദിക്കുകയാണ്, നിങ്ങൾ തരുമെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എനിക്ക്. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, എന്ന് വെച്ചാൽ ഞങ്ങൾ പറയുന്ന ആളാവും ശാലിനിയെ കല്യാണം കഴിക്കുക എന്നർത്ഥം. അതാരാണാവോ നിങ്ങൾ പറയുന്ന ആള്? മനസ്സിലായില്ല. ഈ നിൽക്കുന്ന രാജേശ്വരിയുടെ സ്വന്തം അനിയൻ, നമ്മുടെ ബാലചന്ദ്രൻ. ഇത് കേട്ട് അന്തം വിടുകയാണ് ശാരദാമ്മയും ശാരികയും ശ്യാമയും ശാലിനിയും ഒക്കെ. രാജേശ്വരി പറയുകയാണ്, അതോടുകൂടി നമ്മൾ എല്ലാവരും ബന്ധുക്കളാവും ശാരദാമ്മേ. പിന്നെ ശ്യാമയുടെ പഠിപ്പും കല്യാണവും ഒക്കെ ഏറ്റെടുത്ത് നടത്തേണ്ട ചുമതല ബാലചന്ദ്രനല്ലേ? ബാലചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കുടുംബാംഗം എന്നർത്ഥം. അപ്പോൾ നമ്മളെല്ലാം തന്നെ നേരിട്ട് എല്ലാ കാര്യങ്ങളും നടത്താനുണ്ടാകും, നിങ്ങളുടെ വലം കൈയായിട്ട്. പക്ഷെ രാജേശ്വരിയുടെ ഈ സംസാരമൊന്നും ഒട്ടും ഇഷ്ടപ്പെടാതെ ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയാണ് ശാരദാമ്മ. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ശാരദ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സകലം മദ്യപാനവും പുകവലിയും ചീട്ടുകളിയും ഒക്കെയുണ്ട് ബാലചന്ദ്രന്.
എന്റെ അഭിപ്രായത്തിൽ അതൊക്കെ ഒരു നേരെ ചൊവ്വയുള്ള പെണ്ണ് വിചാരിച്ചാൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ രാജേശ്വരി എന്ന് പറയുമ്പോൾ പിന്നെ തീർച്ചയായും എന്ന് പറയുകയാണ് രാജേശ്വരി. രണ്ടു കൂട്ടരും തമ്മിൽ അറിയാവുന്നവരാവുമ്പോൾ പിന്നീട് പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശാലിനിയുടെ നാഗർകോവിൽ യാത്രയും ഹോട്ടൽ റൂമിന്റെ കാര്യവും ഒന്നും പറഞ്ഞ് ശല്യപ്പെടുത്താൻ ബാലചന്ദ്രൻ എന്തായാലും വരില്ല. അത് ഞങ്ങളുടെ ഉറപ്പാണെന്ന് രാജേശ്വരി പറയുമ്പോൾ ദേഷ്യഭാവത്തിൽ ശാരദാമ്മ പറയുകയാണ്, മതി നിർത്ത്. ദേ രാജേശ്വരി, താലി കെട്ടിയ മനുഷ്യനാണ് എന്നുള്ളത് വിട്ട് ഇയാൾക്ക് നേരെ ഒരു ദിവസം ഞാൻ ചൂലെടുത്തിട്ടുണ്ട്. വീണ്ടും അതെടുത്ത് ഉപയോഗിക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, രണ്ടാളും ഇറങ്ങിപ്പോകാൻ എന്ന് പറഞ്ഞ് അലറുകയാണ് ശാരദാമ്മ. കേട്ട് രാജേശ്വരിയുടെ ചെവിയിൽ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് വേണ്ട വേണ്ടാന്ന്. അപ്പോൾ അവളുടെ ഒരു ഒടുക്കത്തെ ഐഡിയ, നമുക്കിറങ്ങാം രാജേശ്വരി, അല്ലെങ്കിൽ മാനം കപ്പൽ കയറും. രാജേശ്വരി പറയുകയാണ്, എങ്കിൽ ശരി ശാരദാമ്മേ, ഞങ്ങൾ ഇറങ്ങുകയാണ്. അട്ടയിൽ പിടിച്ച് മെത്തയിൽ കിടത്താൻ നോക്കിയാൽ അത് കിടക്കില്ലല്ലോ. ഇനി നിങ്ങളുടെ വിധി, അത് നിങ്ങൾ തന്നെ അനുഭവിച്ചോ. ആ ഗോപാലേട്ടാന്നും പറഞ്ഞ് ഇറങ്ങുകയാണ് രാജേശ്വരിയും ഗോപാലകൃഷ്ണനും. അവർ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ശാലിനി വിളിക്കുകയാണ്, ഒരു മിനിറ്റ്. തിരിഞ്ഞു നിന്ന് തന്നെ ഗോപാലകൃഷ്ണൻ രാജേശ്വരിയോട് പറയുകയാണ്, ഇനി ഇവളുടെ വകയാണ്, അമ്മ പറയുകയേ ഉള്ളൂ, ഇവൾ അടിക്കുകയും ചെയ്യും. മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് ശാലിനി പറയുകയാണ്, വിവാഹത്തിന് സമ്മതം പറയേണ്ടത് അമ്മയല്ലല്ലോ, മോളല്ലേ. ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹത്തിന് എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഇപ്പൊ കിട്ടും. പക്ഷെ അതിന് മറുപടിയായി ശാലിനി പറയുകയാണ്, എനിക്കതിന് സമ്മതമാണ്. ഇത് കേട്ട് സന്തോഷിക്കുകയാണ് ഗോപാലകൃഷ്ണനും ബാലചന്ദ്രനും. രാജേശ്വരിയും ശാലിനിയുടെ അടുത്തേക്ക് വന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്, എടി നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ. ഭ്രാന്തൊന്നും അല്ലമ്മേ, പൂർണ്ണ ബുദ്ധിയോടുകൂടിയും ബോധത്തോടുകൂടിയും ഞാനെടുത്ത തീരുമാനമാണിത്. അമ്മ വേണം ഇത് നടത്തി തരാൻ. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ബലേഫേഷ്, അപ്പോൾ പെണ്ണിന് സമ്മതമായ സ്ഥിതിക്ക് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം ശാരദേ. രാജേശ്വരി പറയുകയാണ്, അതെ, നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം ഇന്ന് തന്നെ. നിശ്ചയമോ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, അതിനു മുമ്പ് ജാതകം നോക്കണ്ടേ ഗോപാലേട്ടാ. മോളുടെ ജനന സമയവും തീയതിയും ഒക്കെ എനിക്കറിയാവുന്നതല്ലേ രാജേശ്വരി. നമുക്ക് കണിമംഗലം തിരുമേനിയെ കൊണ്ട് നോക്കിക്കാം. ഇന്ന് തന്നെ മുഹൂർത്തവും കുറിച്ച് വാങ്ങിക്കാം, പോരെ എന്ന് ചോദിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അല്ല ഇത് എന്നൊക്കെ ശാരദാമ്മ പറയാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മയുടെ കൈ പിടിച്ച് രാജേശ്വരി പറയുകയാണ്, അപ്പോൾ നമ്മൾ ഇറങ്ങുക ശാരദാമ്മേ, ഇനി മുതൽ നമ്മൾ ബന്ധുക്കളാണ്, മാത്രവുമല്ല സുഹൃത്തുക്കളും കൂടിയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. ശരിയെന്ന് പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞു പോവുകയാണ് ഗോപാലകൃഷ്ണനും രാജേശ്വരിയും. ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവുകയാണ് ശാലിനി. പുറത്തേക്ക് ഇറങ്ങി രാജേശ്വരി പറയുകയാണ്, ഇപ്പൊ എന്തായി. മറ്റുള്ളവർ സമ്മതിക്കുമെങ്കിലും ശാലിനി മുടക്കുമെന്നാണ് ഞാൻ കരുതിയത്. നിന്നെ സമ്മതിച്ചിരിക്കുന്നു രാജേശ്വരി. വെടക്കാക്കി തനിക്കാക്കാൻ നിന്നെ കഴിഞ്ഞേ ഉള്ളൂ, വേറെ ആരും. അതെന്താ, അതൊരു മുന വെച്ചുള്ള സംസാരമാണല്ലോ. നീ അത് കളയ്. സന്തോഷിക്കാനുള്ള സമയത്ത് വെറുതെ ഉടക്കാൻ നിൽക്കണ്ട. രാജേശ്വരി ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് വീടും സ്ഥലവും ഒക്കെ അവളുടെ പേരിൽ ആധാരമാക്കി കൊടുക്കാമെന്ന് പറഞ്ഞത്. അതൊക്കെ ഒരു നമ്പരല്ലേ രാജേശ്വരി. ചൂണ്ടയിടുമ്പോൾ അതിനൊരു ബലവും ഉറപ്പും ഒക്കെ ഉണ്ടാവണ്ടേ, എന്നാലേ ഇര കൊത്തൂ. ഈ വീട് ആർക്ക് ആധാരം ചെയ്തു കൊടുത്താലും നമ്മുടെ ബാലചന്ദ്രനല്ലേ ഇങ്ങോട്ട് വന്ന് കയറാൻ പോകുന്നത്. മുന്നു വിളയുന്ന ഭൂമിയാണെങ്കിലും അത് വേണ്ടായേ എന്ന് പറഞ്ഞ് ഉഴുതുണി മാത്രമായി ഓട്ടിക്കാൻ അവനെ കഴിഞ്ഞല്ലേ ഉള്ളൂ. സന്തോഷത്തോടുകൂടി രാജേശ്വരി പറയുകയാണ്, എന്റെ ദൈവമേ, നാളെ ഇതൊക്കെ എന്റെ സ്വന്തമാകാൻ പോകുന്നു എന്നാലോചിക്കുമ്പോൾ ആകെ ഒരു കുളിര്. അവറ്റകൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകും എന്നാലോചിക്കുമ്പോൾ അതിൽ വേറെ ഒരു സുഖവും. തൽക്കാലം കുളിര് കൊണ്ടതൊക്കെ മതി, നീ വന്ന് കയറാൻ നോക്ക്. അതിനുശേഷം കാറിൽ കയറി അവിടെ നിന്നും പോവുകയാണ് ഗോപാലകൃഷ്ണനും രാജേശ്വരിയും. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ച് മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് ശാരദാമ്മ. അന്നേരം ശാരദാമ്മ ബാലചന്ദ്രനെന്ന് ഹാജിയാരുടെ അവിടെ വെച്ച് ശാരികയെ താൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. പിന്നീട് റൂമിൽ വന്ന് വിഷമിച്ചിരിക്കുകയാണ് ശാരദാമ്മ. ശാരിക വന്ന് അമ്മയെന്ന് വിളിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് എന്താന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. അമ്മ എന്താ ഇവിടെ വന്നിങ്ങനെ മാറി നിൽക്കുന്നത്? ദേഷ്യപ്പെട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, പിന്നെ ഞാൻ എന്ത് വേണം, തലയും കുത്തി നിൽക്കണോ? ദേഷ്യപ്പെടാനല്ല, അമ്മ പോയി അവളോട് സംസാരിക്കണം. സംസാരിച്ചിട്ട് അപ്പോൾ തന്നെ അവൾ അവളുടെ തീരുമാനം മാറ്റുമോ? മാറ്റിക്കണം അമ്മേ. തല പോയാലും നമ്മൾ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ പാടില്ല. എന്നാ പിന്നെ നീ പോയാ വെട്ടുകത്തി ഇങ്ങെടുത്തോണ്ട് വാ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല വെട്ടിമാറ്റി ഇവിടെ അങ്ങ് ചത്തുകിടക്കാം. അമ്മയെന്ന് ശാരിക വിളിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ്, മതി. ഒന്നാമത് ഇവിടെ ടങ്കിനകത്തൊരു ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരരുത് നീ. ഇങ്ങനെ ഒരു ജന്മം എന്റെ തന്നെ വയറ്റിൽ തന്നെ ഊറിയല്ലോ എന്നാലോചിച്ച് ഞാനിപ്പോൾ പരിതപിക്കുകയാണ്. എനിക്ക് വയ്യ ഇതൊന്നും താങ്ങാൻ. ഇന്ന് ഇരുട്ട് വെളുക്കുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കും. അവൾ ഓരോ തോന്നിയാസങ്ങൾ കാണിക്കുമ്പോൾ വളർത്തുദോഷമെന്ന് നാട്ടുകാർ പറയുന്നത് കേൾക്കാൻ ഇനി ഞാൻ ഉണ്ടാകില്ല. എനിക്കിനി ലോകത്ത് ജീവിക്കണ്ട എനിക്ക് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുകയാണ് ശാരദാമ്മ. അന്നേരം അവിടേക്ക് വരികയാണ് അർജുൻ.
അകത്തേക്ക് കയറി അർജുൻ ശാരദാമ്മയോട് ചോദിക്കുകയാണ്, എല്ലാവരും എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ്? കള്ളൻ കയറി വല്ലതും മോഷ്ടിച്ചു കൊണ്ടുപോയാൽ പോലും നിങ്ങളാരും അറിയില്ലല്ലോ. കള്ളൻ കയറി മോഷ്ടിക്കണമെന്നല്ല, വല്ല കൊലപാതകം കയറി ഞങ്ങളെ എല്ലാവരെയും അങ്ങ് കൊല്ലണമെന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഒന്നും മനസ്സിലാകാതെ അർജുൻ ചോദിക്കുകയാണ്, ശാരദാമ്മ എന്തായി പറയുന്നത്? അമ്മയും ശാരികയൊക്കെ നോക്കിയിട്ട് അർജുൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരുടെയും മുഖത്തൊരു തെളിച്ചവുമില്ലല്ലോ. ഞാനാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസമായി ഭയങ്കര ഓട്ടത്തിലായിരുന്നു, പല പല കേസുകളുടെയും പിറകെ. ഇപ്പോതാ ലാൻഡ് ചെയ്തതേ ഉള്ളൂ ഇവിടെ, നേരെ ഇങ്ങോട്ടാണ് വന്നത്. വന്നപ്പോതാ എല്ലാവരുടെയും മുഖത്ത് കാർമേഘമാണ്. എന്തു പറ്റി നിങ്ങൾക്കൊക്കെ? എന്താ ഇവിടെ പ്രശ്നം? കല്യാണമാണ് മോനെ പ്രശ്നമെന്ന് ശാരദാമ്മ പറയുമ്പോൾ അർജുൻ പറയുകയാണ്, അതെനിക്ക് ഓർമ്മയുണ്ട്. ശാരികയുടെ വിവാഹ നിശ്ചയത്തിന്റെ തലേന്നാണല്ലോ ഞാനിവിടെ നിന്നും പോയത്. ശാരികയുടെ വിവാഹമല്ല, ശാലിനിയുടെ വിവാഹമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അതാണ് പ്രശ്നവും. അത് കേട്ടൊന്ന് അന്തം വിട്ട് അർജുൻ ചോദിക്കുകയാണ്, ശാലിനിയുടെ വിവാഹമോ? ആരുമായിട്ടെന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, അതൊരു കഥയാണ് മോനെ, മുഴുവൻ കേട്ടാലേ മോനത് മനസ്സിലാകൂ. പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം അർജുനോട് പറയുകയാണ് ശാരദാമ്മ. സംഭവങ്ങളൊക്കെ കേട്ട് അർജുൻ മനസ്സിൽ കരുതുകയാണ്, ഓ മൈ ഗോഡ്, സത്യഭാമയുടെ വീട്ടിലെ പ്രധാന ജോലിക്കാരനോ അവിടെയുള്ള ജോലിക്കാരനെ എല്ലാം എനിക്കറിയാമല്ലോ. അങ്ങനെ ഒരാളോ? ഇനി വിഷ്ണുവോ മറ്റോ? അതൊരിക്കലും ആകില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് വിഷ്ണു. അർജുൻ പറയുകയാണ്, എന്ത് ധൈര്യമാണ് ശാരദാമ്മ അവന്? ഉടനെ നമുക്കവനെ തൂക്കാം. ഇനി എന്ത് പ്രശ്നമുണ്ടായാലും അത് ഞാൻ ഏറ്റു. ശാരദാമ്മ പറയുകയാണ്, അതെ, മോൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഈ 3 പെണ്ണുങ്ങൾക്ക് ഒരാങ്ങളയുടെ സ്ഥാനത്താണ് മോൻ എനിക്ക്. ഒരു പെൺകുട്ടിയുടെ വിവാഹം മുടക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ കുറ്റമാണ് ശാരദാമ്മേ. എല്ലാത്തിനും വകുപ്പും നിയമവും ഒക്കെ പറയുന്ന ശാലിനി പിന്നെന്തുകൊണ്ട് അവനെ അന്വേഷിച്ചില്ല? മോൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നമുക്ക് എളുപ്പമായിരുന്നു. അതൊന്നും ആയിരുന്നില്ല അപ്പോൾ പ്രധാനം. എങ്ങനെയെങ്കിലും ശാരികയുടെ കല്യാണം നടത്താനാണ് അവൾ അന്നേരം ശ്രമിച്ചത്. ഇവിടെ നിന്നിറങ്ങി നേരെ അവൾ പോയത് രാജീവ് സാറിന്റെ വീട്ടില് അമ്മ വിജയലക്ഷ്മിയെ കാണാനാണ്. സാറിനുണ്ടായ അപമാനത്തിൽ പൊട്ടിത്തെറിച്ചു നിൽക്കുകയായിരുന്നു വിജയലക്ഷ്മി അപ്പോൾ. പിന്നീട് വിജയലക്ഷ്മി പറഞ്ഞ ഉപാധിയും അർജുനോട് പറയുകയാണ് ശാരദാമ്മ. പിന്നീട് അമേരിക്കക്കാരന്റെ കല്യാണാലോചന മുടങ്ങിയതും ശാരദാമ്മ പറയുകയാണ്. പിന്നീട് ബാലചന്ദ്രനുമായുള്ള വിവാഹത്തിന് ശാലിനി സമ്മതിച്ചതും പറയുന്നു. അർജുൻ പറയുകയാണ്, ഓ മൈ ഗോഡ്, ഇറ്റ്സ് അൺബിലീവബിൾ. എനിക്കിത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വേറെ ആരെയും വിവാഹം കഴിക്കാൻ കിട്ടിയില്ലേ ശാലിനിക്ക്? ശാരദാമ്മ പറയുകയാണ്, അത് തന്നെയാണ് മോനെ ഞങ്ങളുടെയും ചോദ്യം. പക്ഷേ അവൾ ഒരിക്കലും പിന്മാറുന്ന ലക്ഷണം കാണുന്നില്ല. ഇതെങ്കിൽ ഇത് എന്ന മട്ടിൽ ഒറ്റക്കാലിൽ നിൽക്കുകയാണ് അവളിപ്പോൾ. ശാരിക പറയുകയാണ്, എന്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ശാലിനി അവളുടെ ജീവിതം ബലികൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഒരിക്കലും സമ്മതിക്കില്ല ഞാനത് നടക്കാൻ. ഈ ലോകത്ത് കല്യാണം കഴിക്കാതെയും പെണ്ണുങ്ങൾ ജീവിക്കുന്നില്ലേ? അതുപോലെ ഒരു പരാതിയുമില്ലാതെ ഞാനിവിടെ ജീവിച്ചോളാം. അതാണ് ഇനി എന്റെ തീരുമാനം. അമ്മ പറയുകയാണ്, അർജുനേട്ടൻ എങ്ങനെയെങ്കിലും കുഞ്ഞേച്ചി ഇതിൽ നിന്നും പിന്മാറ്റണം. ഞങ്ങളുടെ ആഗ്രഹം അതാണ്. ശാരദാമ്മയും പറയുകയാണ്, മോൻ പറഞ്ഞാൽ അവൾ കേൾക്കും. മോൻ പറഞ്ഞാൽ മാത്രമേ അവൾ അനുസരിക്കൂ. പിന്നിൽ നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ശാലിനി പറയുകയാണ്, കറക്റ്റ്. അർജുൻ ശങ്കർ പറഞ്ഞാൽ ശാലിനി കേൾക്കും. പക്ഷെ അർജുനേട്ടൻ അങ്ങനെ പറയരുതെന്നാണ് ഈ ശാലിനിയുടെ പ്രാർത്ഥന. ശാലിനി ഇത് വഴിയിൽ വിൽക്കുന്ന കടയിൽ നിന്നും മുത്തുമാല വാങ്ങുന്നത് പോലെയല്ല, കൂടെ ജീവിക്കുന്ന ആളുടെ കാര്യമാണ്. ജീവിതാവസാനം വരെ ഒപ്പമുണ്ടാകേണ്ട ആളുടെ കാര്യം. വഴി തെറ്റിപ്പോകുന്നവരെ ചിലപ്പോൾ നമുക്ക് നേരെയാക്കാൻ പറ്റും. പക്ഷേ വഴി തെറ്റാൻ വേണ്ടി നടക്കുന്നവരെ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും? അതുപോലെ ഒരു ജന്മമാണ് ബാലചന്ദ്രന്റേത്. അവനെ തന്നെ വേണമോ നിനക്ക് നിന്റെ ഭർത്താവായിട്ട്? കുറച്ച് തീരുമാനത്തോടുകൂടി ശാലിനി പറയുകയാണ്, എനിക്കെന്റെ മുൻപിൽ ഇപ്പോൾ വേറെ ഒന്നുമില്ല അർജുനേട്ടാ. ശാരികേച്ചിയുടെ വിവാഹം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞുള്ള കാര്യങ്ങൾ പിന്നീട് മാത്രമാണ്. ശാലിനിയും ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹത്തിന് അർജുൻ ശങ്കറിന്റെ സഹായമോ സാന്നിധ്യമോ സഹകരണമോ ഒന്നും ഉണ്ടാകില്ല. അതാണ് എന്റെ തീരുമാനം. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.